ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ഫാൻറ്റസി വേൾഡ്. ഇന്ന് നമുക്കൊരു സ്റ്റോറി, ഒരു ലവ് സ്റ്റോറിയാണ്, ഒരു ഏജ് ഗ്യാപ്പ് ലവ് സ്റ്റോറിയാണ്. നിങ്ങൾ തമ്മിൽ കണ്ട് കാണുമല്ലോ, മാരീഡ് ടു എ മാഫിയ ബോസ്. ഓക്കെ, നമുക്ക് ക്യാരക്ടർ ഇൻട്രോയിലോട്ട് പോവാം. നമ്മുടെ ടോപ്പ് വരുന്നത് ജെഫാണ്. ജെഫ് ഒരു കോൾഡ് ആൻഡ് റെസ്പെക്റ്റഡ് മാഫിയ ബോസാണ്. റയറായിട്ടൊക്കെ ചുരുക്കത്തൊക്കെ ഉള്ളൂ. പക്ഷേ ലക്ഷറി ഹോട്ടൽസ്, ക്ലബ്സ് എല്ലാത്തിൻ്റെയും ഒരു ഉടമയാണ് ജെഫ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കമ്പനീസും ഹോട്ടൽസും എല്ലാം ഒരു മാഫിയ ജോബിൻ്റെ കവറിങ്ങിന് വേണ്ടി നടത്തുന്ന ബിസിനസ്സുകളാണ്. ഇത്രയാണ് ജെഫിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ബോട്ടത്തിന് കാര്യം നോക്കുമ്പോൾ നമ്മുടെ ക്യൂട്ട് ലിറ്റിൽ അലൻ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കോളേജ് സ്റ്റുഡൻ്റ് ആണ്. ഓർഫനാണ്. അച്ഛനും അമ്മയൊക്കെ ഒരു കാർ ആക്സിഡൻറ്റിൽ കൊച്ചുനാളിലെ മരിച്ചു പോയതാണ്. പിന്നെ ഇത് വില്ലേജ് സൈഡിൽ നിന്നാണ് നമ്മുടെ അലൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അധികം ഈ സിറ്റി ലൈഫിനെ കുറിച്ചുള്ള ധാരണയോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ പഠിച്ച് വരുന്നതാണ് ഈ അലൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ഇവരുടെ ഏജ് ഗ്യാപ്പ് വരുന്നതെന്ന് പറയുമ്പോൾ മാഫിയ ബോസ് ആയിട്ടുള്ള ജെഫ് എന്ന് പറയുന്നത് 31 നമ്മുടെ അലൻ എന്ന് പറയുന്നത് 21 ഇപ്പം തന്നെ കുറേ ഇൻട്രോ ആയി. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദി സ്റ്റോറി. ഈ കഥ തുടങ്ങുന്നത് ഒരു രാത്രിയിലാണ്, ഒരു ക്ലബിൽ. ആ ക്ലബിൻ്റെ ഓണർ എന്ന് പറയുന്നത് നമ്മുടെ ജെഫാണ്. അവിടെ വർക്കറായിട്ട് ജോലി ചെയ്യുന്നതാണ്, വെയിറ്ററായിട്ട് ജോലി ചെയ്യുന്നതാണ് നമ്മുടെ അലൻ എന്ന് പറയുന്നത്. അന്നേരം ഒരു രാത്രി ജെഫ് ഒരു മാഫിയ മീറ്റിംഗ്, അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് മാഫിയ മീറ്റിംഗ് അവിടെ നടക്കുന്ന വഴിക്ക് അലൻ ആക്സിഡൻ്റലി ജെഫിനെ ബംപ് ചെയ്തിട്ട് ആ ഡ്രിങ്ക്സ് എല്ലാം അവൻ്റെ ദേഹത്തോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അന്നേരം ജെഫ് ഒരു ഗ്ലെയർ ചെയ്യുവാണ് അലനിലോട്ട്. ദാറ്റ് വാസ് എ ഫസ്റ്റ് മൊമെൻറ്റ് ദേ മെറ്റ് ഈച്ച് അതർ. അലൻ, സോറി സർ, അറിയാതെ പറ്റിപ്പോയതാ. നോക്കുന്നത് എവിടാ? കണ്ണില്ലേ നിനക്ക്? മര്യാദയ്ക്ക് നോക്കി പോവാൻ നോക്ക്. ദിവസം കളയാനായിട്ട് ഓരോന്ന് വരും. അങ്ങനെ പറഞ്ഞ് ജെഫ് അങ്ങ് പോവുകയാണ്. ഞാൻ എന്ത് ചെയ്തിട്ട്? അറിയാതെ ചെയ്യുന്നതിന് ഇങ്ങനെയൊക്കെയോ. പക്ഷെ ജെഫ് അത് കേട്ടിരുന്നു. അലൻ പറഞ്ഞത് അവൻ കേട്ടു. ഫോർ ദ ഫസ്റ്റ് ടൈം അവൻ്റെ ലൈഫിൽ ആരും അവനെ പേടിക്കാതിരുന്നിട്ടില്ല. പക്ഷേ അലൻ, ഹി വാസ് സ്പെഷ്യൽ. ഇവനൊരു പേടിയുമില്ലായിരുന്നു ജെഫിനെ. സോ ഇറ്റ് ട്രിഗേർഡ് ജെഫ്. പക്ഷെ അവൻ അത്രയ്ക്ക് കാര്യമായിട്ടൊന്നും എടുത്തില്ല. ബട്ട് സ്റ്റിൽ അവനെന്തോ ഒരു ക്ലിക്ക് അതിൽ നിന്ന് കിട്ടി. ദ നെക്സ്റ്റ് ഡേ മോർണിംഗ്, പണിയെടുത്ത് മടുത്തു. എന്ത് കഷ്ടമാണ്. എന്നിങ്ങി കോളേജിലോട്ട് പോകണമല്ലോ. ആരായി രാവിലെ തന്നെ? ആ ചേട്ടനാ. എന്താ? വാടക എത്രയാണെന്നറിയാമോ? ഇതിപ്പോൾ എത്ര ദിവസമായി? ഇന്ന് നാളെന്ന് പറയുന്നു പോകുന്നതല്ലാതെ വാടക എന്ന് തരുമെന്നാ? ചേട്ടാ, ഇപ്പം അത്രയ്ക്ക് ഇതായിട്ടൊന്നും അല്ല ഈ ജോബൊക്കെ പോകുന്നത്. അതിന് കുറച്ച് സമയവും എനിക്ക് തരാമോ? ഇനി എത്ര സമയമോ? അതൊന്നും പറ്റത്തില്ല. വാടക തരാൻ പറ്റത്തില്ലെങ്കിൽ ഇറങ്ങിക്കോണം. ചേട്ടാ, അങ്ങനെ പറയല. ഒരു ആഴ്ചത്തെ സമയം തരാമോ? ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാം. വിശ്വസിക്കാമോ? ഇത് ലാസ്റ്റ് ചാൻസായിട്ട് ഞാൻ എടുക്കുവാണ്. ആ ചേട്ടാ, ഉറപ്പായിട്ട് ഞാൻ ഒന്ന് തരാം. ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വരും. എൻ്റെ പൈസ എനിക്ക് കിട്ടിയിരിക്കണം. എന്ത് ജീവിതമാണ്. എന്താടാ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? വീടിൻ്റെ റെൻറ്റിൻ്റെ കാര്യത്തിന് രാവിലെ തന്നെ ഓണർ വന്ന് കുറേ വഴക്ക് പറഞ്ഞൂടാ. അതടയ്ക്കാറായല്ലേ? ആണ്. നീ നമ്മുടെ ഗ്രൂപ്പ് കണ്ടായിരുന്നോ കോളേജിൻ്റെ? ഇല്ലടാ, രാവിലത്തെ ഈ തിരക്കൊക്കെ കാരണം ഞാനൊന്നും നോക്കിയില്ല. എന്താ? അല്ല, നമ്മുടെ ഫീയുടെ കാര്യം അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിയല്ലേ? ഫീ നീയും കൂടെ ഉള്ളതെന്നാണ് തോന്നുന്നത്. നമ്മുടെ ട്യൂട്ടർ എന്നോട് പറഞ്ഞു നിന്നോടൊന്ന് പറഞ്ഞേക്കണേ ഇത് എന്നുള്ളത്. അവർക്കും നേരിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. 1 വീക്ക് എന്തോ മറ്റേ ഉള്ളൂ ഇനി കയ്യിൽ. അതും 1 വീക്കാണോ? അറിയാലോടാ, 50,000 രൂപയാണ്. നീ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒപ്പിച്ചടയ്ക്കാൻ നോക്ക്. അല്ലെങ്കിൽ പിന്നെ എക്സാമൊന്നും എഴുതാൻ പറ്റാതെ, അറിയാലോ നിനക്ക് കോൺസിക്വൻസ്. ആടെ എനിക്കറിയാം. പക്ഷെ ശരി, ഞാൻ നോക്കാം. അതൊക്കെ ഇവിടെ വാ, നമുക്ക് ക്ലാസ്സിൽ പോകാം. ആടാ, ഓക്കെ വാ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.